കളിക്കളത്തിലെ പരിക്കുകളെ ഇനി പേടിക്കേണ്ട. എല്ലാവിധ സ്പോർട്സ് ഇഞ്ചുറികൾക്കുമുള്ള സമഗ്ര പരിഹാരം ഇവിടെയുണ്ട്. ABC ഓർത്തോപീഡിക് ഹോസ്പിറ്റൽ, നിയർ കൈരളി തിയേറ്റർ, കാലിക്കറ്റ് റോഡ്, മഞ്ചേരി. മഞ്ചേരി തൃക്കലങ്ങോട് മരത്താണിയിൽ വീണ്ടും പുലിയെ കണ്ടതായി നാട്ടുകാർ. ഇന്നലെ രാത്രി 8:30-നും 12:30-നുമായി 2 സമയങ്ങളിലായാണ് 2 പേർ പുലിയെ കണ്ടതായി പറയുന്നത്. മേലെ മരത്താണി സ്വദേശികളായ നിസാം കൊങ്ങൻ, സുനീർ പേരൂർ എന്നിവർ ജോലി കഴിഞ്ഞ് വീട്ടിലേക്ക് പോകുന്നതിനിടെയാണ് സംഭവം. നാട്ടുകാരുടെ പരാതിയുടെ അടിസ്ഥാനത്തിൽ എടവണ്ണ റേഞ്ച് ഫോറസ്റ്റ് ഓഫീസിന് കീഴിലെ ബീറ്റ് ഫോറസ്റ്റ് ഓഫീസർമാർ സ്ഥലത്തെത്തി പരിശോധന നടത്തി. പുലിയുടേതെന്ന് സംശയിക്കുന്ന കാൽപ്പാടുകളൊന്നും കണ്ടെത്താനായില്ല. എങ്കിലും ജാഗ്രത പാലിക്കണമെന്ന് നിർദ്ദേശം നൽകി. രാത്രി 10 മണിക്ക് ശേഷം പുറത്തിറങ്ങരുതെന്നും നിർദ്ദേശിച്ചിട്ടുണ്ട്. വഴികൾ നടക്കുന്നൊക്കെ ശ്രദ്ധിക്കുക, കുട്ടികളെ പുറത്തേക്ക് വിടാതെ കന്നുകാലിയും അതുപോലെ പശുക്കളൊക്കെ ഉള്ള ആൾക്കാരോട് ജാഗ്രത പാലിക്കാൻ പറയാം. രാത്രി കാലങ്ങളിൽ എന്തായാലും പുറത്തേക്ക് ഇറങ്ങുന്നത് ഒരു 10 മണിക്ക് ശേഷമൊക്കെ ഇറങ്ങുന്നത് ശരിക്കും ശ്രദ്ധിക്കാം കേട്ടോ. അതൊക്കെ പറയാൻ പറ്റും. കഴിഞ്ഞ ബുധനാഴ്ച രാത്രി 10:30 മരത്താണി കിടങ്ങഴി റോഡിൽ വെച്ച് ഇതുവഴി കടന്നു പോകുകയായിരുന്ന യുവാവും പുലിയെ കണ്ടതായി പറഞ്ഞിരുന്നു. മഞ്ചേരി നഗരസഭയുടെയും തൃക്കലങ്ങോട് പഞ്ചായത്തിന്റെയും അതിർത്തി പ്രദേശമാണിത്. 2 ആഴ്ച മുൻപും ഈ പ്രദേശത്ത് മറ്റു 2 പേരും പുലിയെ കണ്ടതായി പറഞ്ഞിരുന്നു. ചെരണി പന്നിപ്പാറ റോഡിലായിരുന്നു ഇത്. ഇതോടെ ആശങ്കയിലാണ് നാട്ടുകാർ. ഇതേ വാർഡിൽ കഴിഞ്ഞ മാർച്ച് 4-ന് തൃക്കലങ്ങോട് കുതിരാടത്ത് ജനവാസ മേഖലയിൽ പുലി 7 ആടുകളെ കടിച്ചു കൊന്നിരുന്നു. നെല്ലിക്കുന്ന് വള്ളിയമ്മൽ NC കരീമിന്റെ ഫാമിലെ ആടുകളെയാണ് പുലി ആക്രമിച്ചത്. എന്നാൽ അന്ന് തന്നെ വനംവകുപ്പ് സ്ഥാപിച്ച കെണിയിൽ പുലി അകപ്പെട്ടതോടെ ആശങ്ക ഒഴിഞ്ഞിരുന്നു. തുടർന്ന് നെടുങ്കയത്ത് നിന്നും 20 കിലോമീറ്റർ ദൂരെയുള്ള വനത്തിലേക്ക് പുലിയെ തുറന്നുവിട്ടു. 2 മാസത്തിന് ശേഷമാണ് വീണ്ടും പുലിയെ കണ്ടതായി നാട്ടുകാർ പറയുന്നത്. ബീറ്റ് ഫോറസ്റ്റ് ഓഫീസർമാരായ P. പ്രബീഷ്, PK ജോൺസൺ, ഫോറസ്റ്റ് വാച്ചർ MR ബാബു, തൃക്കലങ്ങോട് വില്ലേജ് ഓഫീസർ K. നാരായണൻകുട്ടി, 21-ാം വാർഡ് മെമ്പർ ലൈല ജലീൽ, KT ജലീൽ എന്നിവരുടെ നേതൃത്വത്തിലാണ് പരിശോധന നടത്തിയത്. ഈസ്റ്റ് ലൈഫ്, മഞ്ചേരി.